പെപ് ഗ്വാർഡിയോള, ഹോസെ മൊറീനിയോ, കാർലോ ആൻസലോട്ടി, റാഫ ബെനിറ്റസ്, വിൻസെന്റ് ഡെൽ ബോസ്ക്. ഏതൊരു ഫുട്ബോൾ ആരാധകന്റെ മുന്നിലും ഈ പേരുകൾ വന്നു നിൽക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ മനസ്സിലേക്കെത്തുന്നത് കിരീടങ്ങളുടെ ഒരു നീണ്ട നിരയായിരിക്കും. ലോകത്തിലെ ഏറ്റവും മികച്ച പരിശീലകരുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ തീർച്ചയായും ഇവരുടെ പേരും അതിലുണ്ടാവും. ഈ 4 മാനേജർമാരും ഒരു കാലത്ത് അവരുടെ മിഡ്ഫീൽഡ് എഞ്ചിനായി ഉപയോഗിച്ച സാബി അലോൺസോ എന്ന സ്പാനിയാർഡും ആ ലിസ്റ്റിലേക്ക് തൻ്റെ പേര് കൂട്ടിച്ചേർക്കുകയാണ്. ബുണ്ടസ്ലീഗയിലെ ആദ്യ കിരീടമെന്ന ചരിത്ര നേട്ടം ബയർ ലെവർകൂസനോടൊപ്പം സ്വന്തമാക്കിയാണ് സാബി അലോൺസോ അതിന് തുടക്കമിട്ടിരിക്കുന്നത്. ബുണ്ടസ്ലീഗ എന്നാൽ ബയേൺ മ്യൂണിക്ക് എന്നാണ് ഫുട്ബോൾ പ്രേമികൾ പറയാറ്. 33 ലീഗ് ടൈറ്റിലുകളാണ് ബയേണിൻ്റെ ഷെൽഫിലുള്ളത്. കഴിഞ്ഞ 11 വർഷമായി സ്റ്റാർ ഓഫ് ദ സൗത്ത് എന്നറിയപ്പെടുന്ന ബയേൺ മ്യൂണിക് ലീഗ് ടൈറ്റിൽ കൈവിട്ടിട്ട്. എന്നാൽ ഇത്തവണ ലീഗ് ടൈറ്റിൽ ബയേണിൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. ബയർ ലെവർകൂസൻ എന്ന ടീം ബയേൺ മ്യൂണിക്കിൻ്റെ ലീഗിലെ ഗോൾഡൻ റൺ അവസാനിപ്പിക്കുമ്പോൾ സാബി അലോൺസോ എന്ന മുൻ ബയേൺ മിഡ്ഫീൽഡറിൻ്റെ തന്ത്രങ്ങൾ തന്നെയാണ് നിർണായകമായത്. റയൽ സോസിഡാഡിൽ നിന്നും സീനിയർ കരിയർ ആരംഭിച്ച സാബി 2017 ബയേൺ മ്യൂണിക്കിൽ നിന്നുമാണ് ബൂട്ടഴിക്കുന്നത്. ക്ലബ് തലത്തിലും രാജ്യാന്തര തലത്തിലും ഒരു പ്ലെയറായി നേടാൻ പറ്റുന്ന നേട്ടങ്ങളെല്ലാം അയാൾ അപ്പോഴേക്കും നേടിയിരുന്നു. ലോകകപ്പും യൂറോയും എല്ലാം നേടിയ സ്പെയിനിൻ്റെ സുവർണ്ണ നിരയിലും സാബി ഉണ്ടായിരുന്നു. വിരമിക്കലിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് തന്നെ സാബി യുഎഫയുടെ കോച്ചിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് തൻ്റെ മുൻ ക്ലബിലൊന്നായ റയൽ മാഡ്രിഡിൻ്റെ അണ്ടർ-16 ടീമിൽ പരിശീലകനായി ചുമതലയേൽക്കുന്നത്. തുടർന്ന് 2019 മുതൽ 2022 വരെ റയൽ സോസിഡാഡിൻ്റെ ബി ടീമിൽ മാനേജറായതിനു ശേഷമാണ് സാബി ലെവർകൂസനിലെത്തുന്നത്. 2022-23 സീസണിൻ്റെ പകുതിയിൽ നിന്ന് സാബി ടീമിനെ ഏറ്റെടുക്കുമ്പോൾ റെലഗേഷൻ സോണിലായിരുന്നു ലെവർകൂസൻ. അതായത് ക്ലബിൻ്റെ ചരിത്രത്തിലെ തന്നെ മോശം തുടക്കം കൊള്ളുന്നായിരുന്നു കഴിഞ്ഞ സീസണിൽ ടീമിന് ലഭിച്ചത്. അവിടെ നിന്നുമാണ് സാബി സീസൺ അവസാനിക്കുമ്പോൾ ടീമിനെ 6ാമതെത്തിച്ചത്. മുൻപ് ഒരു സീനിയർ ടീമിനെ പോലും പരിശീലിപ്പിച്ച് പരിചയമില്ലാത്ത മാനേജറാണ് ഈ നേട്ടം കൈവരിച്ചത് എന്നോർക്കുക. സാബിയുടെ ഫുൾ മാനേജറിയൽ ഡെബ്യൂ സീസണിൽ തന്നെ ലീഗ് ടൈറ്റിൽ നേടാൻ പറ്റിയെന്നത് മറ്റൊരു അത്ഭുതം. ടൈറ്റിൽ നേടിയതോ ഒരു മത്സരത്തിൽ പോലും തോൽവിയറിയാതെ. 43 മത്സരങ്ങളായി ബയർ ലെവർകൂസൻ തോൽവിയുടെ കൈ പറഞ്ഞിട്ട്. 1904 ബയർ ലെവർകൂസൻ എന്ന ക്ലബ്ബ് നഗരത്തിലെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ തൊഴിലാളികൾ ചേർന്ന് രൂപീകരിക്കുന്നത്. ഒരു സ്പോർട്സ് ക്ലബ്ബായിട്ടായിരുന്നു തുടക്കം. പിന്നീട് 1999 സ്പോർട്സ് ക്ലബ്ബിൽ നിന്ന് ഫുട്ബോൾ ഡിപ്പാർട്ട്മെൻറ്റ് വേർപെടുകയായിരുന്നു. 1979 മുതൽ തന്നെ ലെവർകൂസൻ ബുണ്ടസ്ലീഗയുടെ ഭാഗമാണെങ്കിലും ലീഗ് കിരീടം കാത്ത് ഹോം ഗ്രൗണ്ടായ ബേ അരീന കാത്തിരുന്നത് വർഷങ്ങളാണ്. ഒടുവിൽ 120 വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ചപ്പോൾ ബേ അരീന കാണികളാൽ നിറഞ്ഞു കവിയുകയായിരുന്നു. കപ്പിനും ചുണ്ടിനുമിടയിൽ നിന്ന് പലതവണ കിരീടം കൈവിട്ടവരാണ് ലെവർകൂസൻ. 5 തവണ ബുണ്ടസ്ലീഗയിൽ റണ്ണേഴ്സപ്പായ ലെവർകൂസൻ ലീഗിൻ്റെ അവസാന നിമിഷമെത്തുമ്പോൾ പതറുകയായിരുന്നു. ലീഗിൽ മാത്രമല്ല ചാമ്പ്യൻസ് ലീഗിൽ ഉൾപ്പെടെയുള്ള പല കോമ്പറ്റീഷനുകളിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ഇങ്ങനെ പഠിക്കൽ കലമുടക്കുന്ന സ്വഭാവം ടീമിനുള്ളത് കൊണ്ട് തന്നെ ലെവർകൂസൻ എന്ന് വിളിച്ചായിരുന്നു മറ്റുള്ളവരുടെ പരിഹാസം. 1992-93 ജർമ്മൻ കപ്പ് നേടിയതാണ് ലെവർകൂസൻ്റെ അവസാനത്തെ പ്രധാന നേട്ടം. കിരീടങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പോഴും മികച്ച താരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാൻ ക്ലബിനായി. മുൻ ലെവർകൂസൻ താരം മിഷേൽ ബെല്ലാക് തൻ്റെ ക്ലബിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ബയർ ലെവർകൂസൻ മികച്ചു നിൽക്കുന്ന ഒരു ടീം തന്നെയാണ്, പക്ഷേ എന്തോ ഒന്നിൻ്റെ അഭാവം ടീമിന് എല്ലാ കാലത്തുമുണ്ട്. സത്യത്തിൽ ഈ അഭാവം പരിഹരിക്കുകയായിരുന്നു സാബി അലോൺസോയിലൂടെ ടീം മാനേജ്മെൻറ്റ്. ഞങ്ങൾ ഒരു മോശം സ്ഥിതിയിലായിരുന്നപ്പോൾ പരിഹാരമായി കണ്ടത് സാബി അലോൺസോ എന്ന ലോക പ്രശസ്തനെയാണ്. അപ്പോഴും അയാൾ മികച്ച ടീമുകളെ പരിശീലിപ്പിച്ച് പരിചയമില്ലാത്ത ഒരു മാനേജറായിരുന്നു. പക്ഷേ അയാളുടെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്ക്വാഡിൽ സാബി അലോൺസോയെ മാനേജറായി നിയമിച്ചതിനെപ്പറ്റി ലെവർകൂസൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ പറഞ്ഞ വാക്കുകളാണിത്. സ്ക്വാഡിൽ സാബി വിശ്വാസം അർപ്പിച്ചു. താരങ്ങൾ സാബിയിലും. പരിശീലകനായി എത്തിയതിനു ശേഷം ടീമിനെ മുഴുവനായും പൊളിച്ചു പണിയുകയൊന്നുമല്ല അയാൾ ചെയ്തത്. ആവശ്യമെന്ന് തോന്നിയ ചിലരെ ടീമിൽ നിലനിർത്തുകയും ചിലരെ പുതുതായി ടീമിൽ എത്തിക്കുകയും ചെയ്തു. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെയാണ് സാബി കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബേ അരീനയിൽ എത്തിച്ചത്. ഗ്രാനിറ്റ് ഷാക്ക, അലക്സ് ഗ്രിമാൾഡോ, വിക്ടർ ബോണിഫേസ്, ഹോനസ് ഹോഫ്മാൻ എന്നീ 4 താരങ്ങളെ. ഈ 4 പേരെയും ഉൾപ്പെടുത്തി പ്രതിരോധത്തിന് പ്രാധാന്യം നൽകി സാബി കളി മെനഞ്ഞു. ആൻസലോട്ടിയുടെ മാൻ മാനേജ്മെൻറ്റ് സിദ്ധിയും മൗറീനോയുടെ ടാക്ടിക്സും സാബിയിലും പ്രകടമാണ്. 3-4-2-1 എന്ന ഫോർമേഷനിൽ ലെവർകൂസനെ സാബി കളി പഠിപ്പിച്ചു. ഫിൻലൻഡ് ഗോൾ കീപ്പർ ലൂക്കാസ് റഡക്കി ആംബാൻഡ് അണിഞ്ഞു. ജൊനാഥൻ തായുടെ നേതൃത്വത്തിൽ പ്രതിരോധം ഉറച്ചു നിന്നു. ഇതുവരെ ലീഗിൽ ലെവർകൂസൻ വഴങ്ങിയത് 19 ഗോളുകൾ മാത്രമാണ്. രണ്ടാമതുള്ള ബയേണുമായി 17 ഗോളുകളുടെ വ്യത്യാസം. ആക്രമിക്കാനും ആവശ്യമുള്ളപ്പോൾ പ്രതിരോധത്തിലേക്ക് കുതിച്ചെത്തുകയും ചെയ്യുന്ന ഗ്രിമാൾഡോ, ജെറമി ഫ്രിംപോങ് എന്നീ വിംഗ് ബാക്കുകൾ ടീമിലെ പ്രധാനികളാണ്. ഡിഫൻഡർ ജോസിഫ് സ്റ്റാനിസിച്ചും വിങ്ങർ നദാൻ ടെല്ലയും തങ്ങൾക്ക് കിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിച്ച് ടീമിലെ അവിഭാജ്യ ഘടകങ്ങളായി തീർന്നു. എഡ്മണ്ട് ടാപ്സോബ, ഒഡിലോൺ കോസോവനു,
പിയറോ ഹിൻഗാപ്പി എന്നിവർ പ്രതിരോധത്തിൽ കോട്ട കെട്ടുന്നു. ഷാക്കയും അർജന്റീൻ താരം പലാസിയോസും ടീമിന്റെ ഹൃദയഭാഗത്ത് ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു. റോബർട്ട് ആൻഡ്രിച്ചാണ് മിഡ്ഫീൽഡിലെ മറ്റൊരു എഞ്ചിൻ. യുവതാരം ഫ്ലോറിയൻ വെർട്സിനാണ് ആക്രമണ ചുമതല. ലെവർകൂസന്റെ സൂപ്പർ ഹീറോ ആയി വെർട്സ് ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. വെർട്സിന്റെ കൂടെ ഹോനസ് കോപ്പാനും ചേരുമ്പോൾ പന്ത് കൈവശം വെക്കുന്നതിൽ ലെവർകൂസൻ വിജയിക്കുന്നു. ബോണിഫേസ് ആണ് ഫിനിഷർ. ബോണിഫേസ് ഫാസ്റ്റ് ലൈനിലേക്ക് ഇറങ്ങുമ്പോൾ വെർട്സ് സ്ട്രൈക്കർ റോളിലേക്ക് എത്തും. പാട്രിക് ഷിക്ക് എന്ന സ്ട്രൈക്കറാണ് ടീമിന്റെ മറ്റൊരു മുതൽക്കൂട്ട്. അമീൻ അത്ലി എന്ന യുവവിങ്ങറെ സാബി കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കൗണ്ടർ അറ്റാക്കുകളും മിഡിൽ തേർഡ് കേന്ദ്രീകരിച്ചുള്ള ആക്രമണ പദ്ധതിയും താരങ്ങൾ കൃത്യമായി നടപ്പിലാക്കി. സാബി എന്ന പ്ലെയറിലുണ്ടായിരുന്ന ഗെയിം റീഡിംഗ് എബിലിറ്റി അയാളുടെ ടാക്ടിക്സിലും പ്രകടമാണ്. പതിവ് സ്പാനിഷ് രീതിയിൽ പാസിംഗ് ഗെയിം. എന്നാൽ വ്യത്യസ്തമായാണ് സാബി അത് നടപ്പിലാക്കുന്നത്. സാബിയുടെ നേതൃപാഠവും കൂടി ചേർന്നതോടെ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായി. അനവധി കളിക്കാരെ കണ്ടിട്ടുണ്ട്. ഇത്രയും ഫുട്ബോൾ തലച്ചോറുള്ള മറ്റൊരു താരമില്ല. സാബി അലോൺസോ നല്ല കളിക്കാരൻ മാത്രമല്ല, ഭാവിയിലെ മികച്ച പരിശീലകൻ കൂടിയാകും. 2019 വിഖ്യാത പരിശീലകൻ ഹോസെ മൊറീനിയോ പറഞ്ഞ വാക്കുകൾ ഇന്ന് സത്യമായി തീർന്നിരിക്കുന്നു. ബയർ ലെവർകൂസനെ ലീഗ് ചാമ്പ്യന്മാരാക്കിയ സാബി അലോൺസോയെ പരിശീലകനാക്കുന്നതിനായി തൻ്റെ മുൻ ക്ലബ്ബുകളായ റയൽ മാഡ്രിഡും ലിവർപൂളും ബയൺ മ്യൂണിക്കുമെല്ലാം നേരത്തെ തന്നെ രംഗത്തുണ്ട്. എന്നാൽ ലെവർകൂസനെ അത്ര പെട്ടെന്നൊന്നും സാബി കൈവിടില്ല. കാലങ്ങളായി തങ്ങളുടെ മേൽ മുഴച്ചു നിന്ന ലെവർകൂസൻ എന്ന പേരിനെ ഇല്ലാതാക്കിയ കിങ് സാബിയെ അത്ര പെട്ടെന്നൊന്നും ക്ലബ്ബും ആരാധകരും പോകാൻ അനുവദിക്കുമെന്ന് തോന്നുന്നുമില്ല.